ഹലോ ഹായ്. മാത്യു തോമസിനെ നായകനാക്കി ദിലീഷ് കരുണാകരൻ ഡയറക്റ്റ് ചെയ്ത് നമ്മുടെ ഡയറക്ടർ ആഷിഖ് അബു സിനിമാറ്റോഗ്രാഫറിൻ്റെ റോളിലേക്ക് എത്തിയ സിനിമയാണ് ലവ്ലി. 3Dയിലാണ് സിനിമ വന്നിട്ടുള്ളത്. അപ്പോൾ ആ സിനിമയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഏഹ് ആഷിഖ് അബു ഡയറക്ഷനിൽ നിന്ന് മാറി അദ്ദേഹം ക്യാമറ ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലുമൊക്കെ ആ സിനിമയിൽ ഉണ്ടാകും. അങ്ങനെ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ലവ്ലി രാവിലെ തന്നെ കാണാൻ പോയത്. സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, സിനിമ 3Dയിലാണ്. 2, ഈ സിനിമയിൽ ഒരു പൊളിറ്റിക്സ് സംസാരിക്കുന്നുണ്ട്. മൂന്നാമത്, ഇതിലൊരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ പരിപാടി പിടിച്ചിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളും ഒരു കാര്യം ഒട്ടും വർക്കായിട്ടില്ല. ഒരു കാര്യം നന്നായിട്ട് വർക്കായിട്ടുണ്ട്. എന്നാൽ മൂന്നാമത്തെ കാര്യം ഒരു പകുതി പകുതി. പകുതി വർക്കായി, പകുതി വർക്കായിട്ടില്ല. എനിക്കങ്ങനെ ഈ 3 കാര്യങ്ങളും ഒരു തുലാസിലായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നിലെ പ്രേക്ഷകന് ഒരു ആവറേജ് അനുഭവം അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ പലർക്കും ഒരു ബിലോ ആവറേജ് ആയിട്ട് പോയേക്കാം. ഒരു പക്ഷേ എനിക്കൊരു ആവറേജ് അങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതിൽ പ്രധാനപ്പെട്ട ഒരുപാട് കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്, കുറച്ച് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. ഇതിൽ എന്തെങ്കിലുമൊക്കെ വർക്കായിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാന പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് വിഷ്ണു വിജയുടെ മ്യൂസിക്കാണ്. ഈ സിനിമയിൽ അവരൊരു ഇമോഷണൽ പരിപാടി പിടിച്ചിട്ടുണ്ട്. ഒരു ഫീൽ ഗുഡ് പരിപാടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ സീനിനെ എലിവേറ്റ് ചെയ്യാനായിട്ട് നന്നായിട്ട് വിഷ്ണു വിജയുടെ മ്യൂസിക് സഹായിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ സിനിമയുടെ പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ വർക്കായിട്ടുണ്ടെങ്കിൽ അത് വിഷ്ണു വിജയുടെ മ്യൂസിക് ആണെന്ന് തന്നെ പറയേണ്ടി വരും. ഏഹ് മറ്റൊന്ന്, ഈ സിനിമയുടെ 3D. ഈ സിനിമ ഒട്ടും വർക്കായിട്ടില്ല 3Dയിൽ. കാരണം എനിക്ക് പേഴ്സണലി പല സ്ഥലത്തും ഏഹ് ഭയങ്കരമായിട്ട് തലവേദനിക്കുന്ന ഒരവസ്ഥ. മാത്രമല്ല ഈ സിനിമ 3Dയിൽ പറയേണ്ടതായിട്ടുണ്ടോ എന്നെനിക്ക് ഡൗട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു OTT മെറ്റീരിയൽ പോലെയാണ് എനിക്ക് തോന്നിയത്. എന്ന് വെച്ചാൽ OTT മെറ്റീരിയൽ ആയിട്ടുള്ള സിനിമ, ചെറിയ സിനിമകൾ തിയേറ്ററിൽ ഇറക്കണം എന്നല്ല. നമ്മൾ ഒരുപാട് സിനിമകൾ, ചെറിയ സിനിമകളൊക്കെ തിയേറ്ററിൽ പോയി കാണാറുണ്ട്. നമ്മളത് അങ്ങനെ എന്താ വെച്ചാൽ വിജയിപ്പിക്കണം എന്നുള്ള ഒരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ, ചെറിയ സിനിമകളും. പക്ഷേ ഈ സിനിമയിൽ പ്രധാന ഒരു നെഗറ്റീവായിട്ട് വന്നിട്ടുള്ളത് 3D തന്നെയാണ്. കാരണം ഈ 3D എന്ന് പറഞ്ഞ് സിനിമ തിയേറ്ററിൽ ഇറക്കുമ്പോൾ ഇതൊരു ചെറിയൊരു ഒരു കൊച്ചു സിനിമ, വളരെ ചെറിയൊരു ത്രെഡുള്ള ഒരു ചെറിയൊരു സിനിമ. ആ സിനിമ 3Dയിൽ ഇറക്കി, എന്നാൽ അതിൻ്റേതായിട്ടുള്ള 3D ക്വാളിറ്റി സിനിമയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവിടെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് 3Dയിലല്ല, ഒരു നോർമൽ സിനിമയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നെഗറ്റീവ് മാറ്റി വെക്കാം. ആ നെഗറ്റീവ് നമുക്ക് പറയേണ്ടി വരില്ല, അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകന് അങ്ങനെ തോന്നില്ല. പക്ഷെ ഇവിടെ 3D വർക്കായിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. പിന്നെ ഇതിൽ പറയുന്ന പൊളിറ്റിക്സ് അതെനിക്ക് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു മനോജ് കെ ജയൻ്റെ ക്യാരക്ടറൊക്കെ വരുന്ന ഒരു സ്ഥലത്ത് അതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത് കിരൺ ദാസാണ്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ടെക്നിക്കലി ഈ സിനിമ രസമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു VFX ഒക്കെ കുറേയും കൂടി രസമായിട്ട് വന്നിട്ടുണ്ട്. മ്യൂസിക് ഉൾപ്പെടെ VFX, ക്യാമറ എഡിറ്റിംഗ് എല്ലാം ടെക്നിക്കലി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് 3D ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പൊളിറ്റിക്സ് പറയുന്ന സമയത്ത് ഇതിൽ പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നമ്മുടെ മാത്യു തോമസും അതുപോലെ തന്നെ ഒരു ഈച്ച, ഒരു ഈച്ച പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ വന്നിട്ട് അതിൽ ഡബ് ചെയ്ത് ഈച്ചക്ക് ഡബ് ചെയ്തിരിക്കുന്ന ആരാണെന്ന് അറിയില്ല. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മനോജ് കെ ജയൻ്റെ ക്യാരക്ടറിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അതിലകത്തൊരു സ്പോയിലർ ഒന്നുമല്ല, നമ്മളൊരു കോർട്ടിലൊരു സീനുണ്ട്. അതിൽ ഡയലോഗ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. വേറൊന്നുമല്ല, ഈ കോണ്ടവും അതുപോലെ തന്നെ സാനിറ്ററി നാപ്കിൻസും അത് ഒരു സദാചാരവാദ ടൂളുകളായിട്ട് മാറ്റപ്പെടുന്നതിനെ അതിനെതിരെ ഒരു കൃത്യമായൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു വെക്കുന്നുണ്ട്. ആ പൊളിറ്റിക്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. അതെനിക്ക് എന്ന് വെച്ചാൽ ഇങ്ങനൊരു ഫീൽ ഗുഡ് സിനിമ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ഇമോഷണൽ പറയുന്ന ഒരു സിനിമക്കകത്ത് അത്തരം ഒരു പൊളിറ്റിക്സ് കൂടി അവർ ബ്ലെൻഡ് ചെയ്ത് അവതരിപ്പിച്ചു എന്നുള്ളതിൽ അവർക്ക് നല്ല ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രശാന്ത് മുരളി ത്രൂ ഔട്ടൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറിയ ചില എക്സ്പ്രഷനൊക്കെ, ആൾ ഗംഭീര ആക്ടറാണ് കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ ചെയ്യാൻ കഴിവുള്ളൊരു ആളാണ്. പിന്നെ അശ്വതി മനോഹരൻ ഈ പറയുന്ന പ്രശാന്ത് മുരളിയുടെ കൂടെ തന്നെ ഉള്ളൊരു ക്യാരക്ടറായിട്ട് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ ഒരു കെമിസ്ട്രിയും പരിപാടിയൊക്കെ. പിന്നെ ബാബുരാജ് എൻ്റെ മോനെ, ബാബുരാജിന് കൊടുത്തിട്ടുള്ളൊരു പുള്ളിയുടെ ഒരു ഫിസിക് കൊണ്ട് പുള്ളിക്കൊരു ഓറയുണ്ട്. അതൊരു സംഭവം തന്നെയാണ് പുള്ളി.
ആ സിനിമ ഒരു 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 പതിഞ്ഞ താളവും അല്ലെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയിൽ ഒരിടയ്ക്കൊരു ഹൈ അല്ലെങ്കിൽ ഒരു മാസ് എലിവേഷൻ കൊടുക്കാനായിട്ട് ബാബുരായൻ്റെ ക്യാരക്ടറിന് സാധിച്ചിട്ടുണ്ട്. ഒരു ജയിലിലൊരു ഒരു പ്രതി ആയിട്ടാണ് എന്താ പറയുക ബാബുരായനെ കാണിച്ചിട്ടുള്ളത്. പിന്നെ ശ്രീജിത്ത് രവി ചെറിയൊരു ക്യാരക്ടർ ചെയ്യുന്നു. പിന്നെ അതുപോലെ ജോമോൻ ചോദ്യര്. ജോമോനും ഈ പറയുന്ന പോലെ ജയിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു ഒരു പ്രതിയുടെ ക്യാരക്ടറാണ്. പക്ഷേ ഈ പറയുന്ന പോലെ എനിക്ക് ജോമോനെ എനിക്ക് തുടക്കത്തിലൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അത് സ്ഥിരം ഒരേ പാറ്റേണിൽ തന്നെ അഭിനയിക്കുന്നു എന്നെനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഒരു പക്ഷേ ഇനിയുള്ള സിനിമകളിലൊക്കെ ഒരു പക്ഷേ വിമർശനങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് എന്നെനിക്ക് പേഴ്സണലി തോന്നിയതാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ ക്യാരക്ടറൊക്കെ എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോമൻസ് ഒക്കെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട്. ടെക്നിക്കലിയും കുഴപ്പമില്ല. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട നെഗറ്റീവ് ഞാൻ 3Dയുടെ കാര്യം പറഞ്ഞു. പിന്നെ മറ്റൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഞാൻ പകുതി വർക്കായെന്ന് പറഞ്ഞത് ഈ ഇമോഷണലും ഫീൽ ഗുഡ് പരിപാടിയാണ്. അതിനകത്ത് മ്യൂസിക്കിന്റെ കാര്യത്തിൽ വിഷ്ണു വിജയ് ആ ഒരു ഇമോഷണൽ പരിപാടിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. വിഷ്ണു വിജയുടെ കൂടെ തന്നെ ബിജിപാലിന്റെ പേരും കൂടി കിടക്കുന്നുണ്ട്. അത് അവർ രണ്ടുപേരും കൂടിയാണോ ചെയ്തതെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു പരിധി വരെ വിഷ്ണു വിജയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പക്ഷേ ഈ നമുക്കൊരു ഒരു ഒരു എന്താ പറയുക, ഈ ഈച്ചയും മാത്യു തോമസും തമ്മിലുള്ള ഒരു പരിപാടിയൊക്കെ വർക്കായിട്ടുണ്ടെങ്കിലും നമുക്ക് കാണുന്ന പ്രേക്ഷകന് വല്ലാത്തൊരു ഡെപ്ത് ഫീൽ ചെയ്യുന്നില്ല ഈ സീനുകളിലൊക്കെ. വർക്കായിട്ടുണ്ട് എന്നാൽ തന്നെ നമുക്കൊരു വല്ലാത്ത തരത്തിലുള്ളൊരു ഇമോഷൻ തോന്നുന്നുണ്ട് ഇവർ തമ്മിലുള്ള ഒരു പരിപാടി. പക്ഷെ അത് എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റിൽ വന്ന ഒരു മിസ്റ്റേക്ക് കൊണ്ടാണോ എനിക്കറിയില്ല. അപ്പം അത് എനിക്ക് ഒരുപാട് അങ്ങ് വർക്കായില്ല. അപ്പോൾ ഇതുകൊണ്ട് ഒരു പകുതി വർക്കായ ഒരു സാധനമാണ് ഈ പറയുന്ന ഇമോഷൻ ഫീൽ ഗുഡ് പരിപാടിയിൽ എനിക്ക് കിട്ടിയത്. പിന്നെ പ്രധാനപ്പെട്ട നെഗറ്റീവ് 3D. അപ്പോൾ ഇങ്ങനെ ടോട്ടലി നോക്കുമ്പോൾ പെർഫോമൻസ് വൈസ് കുഴപ്പമില്ല. അതുപോലെ തന്നെ ടെക്നിക്കലി ഓക്കെയാണ്. പക്ഷേ VFX ഓക്കെയാണ്. പക്ഷേ ഈ പറയുന്ന 3D വന്നതുകൊണ്ടുള്ള ഒരു നെഗറ്റീവ് എനിക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യാതെ പോകുന്നു. പിന്നെ അതുപോലെ എനിക്ക് ഭയങ്കര ഒരു ഫൂളിഷ്നെസ് ആയിട്ട് എനിക്ക് തോന്നിയത്, നമ്മളൊരു പ്രൈവസിയിൽ ചെയ്യുന്ന ഒരു സാധനം, ഒരു സെക്സുമായി ബന്ധപ്പെട്ടിട്ട് പ്രൈവസിയിൽ ചെയ്യുന്ന ഒരു സാധനം ഡോറ് ലോക്ക് ചെയ്യാതെയൊക്കെ, അതും മെയിൻ ഡോറ്, ഒരു ഫ്ലാറ്റിൻ്റെ മെയിൻ ഡോറൊക്കെ ലോക്ക് ചെയ്യാതെ ഇത് ചെയ്യുമോ എന്നുള്ളൊരു കാര്യമുണ്ട്. അത് ഈ സിനിമയിൽ വരുന്നുണ്ട്. അപ്പം ഞാനിത് ആലോചിച്ചത് എന്താണിത് ഇങ്ങനെ ഒരു പരിപാടി, അത് അവരുടെ ഭാഗത്തുനിന്ന് വന്നേക്കുന്ന സ്ക്രിപ്റ്റിൽ വന്നേക്കുന്ന ഒരു മിസ്റ്റേക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ടോട്ടലി നോക്കുമ്പോൾ ഒരു തുലാസിൽ നിൽക്കുന്ന ഒരു സിനിമ, എനിക്കൊരു ആവറേജ് പരിപാടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സിനിമ തോന്നിയിട്ടുള്ളത്, കണ്ടിട്ടുള്ളവർ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു സിനിമയായിട്ട് വീണ്ടും വരാം.